ഹായ്, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കി. എന്നെ പിന്തുടരുന്നവർക്കറിയാം, ഏകദേശം നമ്മുടെ പ്രൊഡിക്ഷൻസൊക്കെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തു. ആ രീതിയിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റി, നല്ല രീതിയിൽ പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റി. പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിനേക്കാളുപരി കഴിഞ്ഞ നാളുകളിൽ നമ്മളുണ്ടാക്കിയ നഷ്ടം കുറച്ച് അതിൻ്റെ തോത് ഒരുപക്ഷെ നിങ്ങൾക്ക് കുറയ്ക്കാനെങ്കിലും സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം നമ്മൾ പിന്തുടരുന്ന പോളിസി അത് വളരെ കൃത്യമായിട്ട് നമ്മളത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ പറ്റും. അതിന് മനസാന്നിധ്യം അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇത് എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പലരും ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്. അപ്പം തുടർന്ന് നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം. ഇത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഇതുകൊണ്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനോട് ശ്രമിക്കുക. ഞാനിത് എപ്പോഴും നിങ്ങളോട് പറഞ്ഞ് ഒരു ആവർത്തന വിരസത ഉണ്ടാക്കി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എങ്കിലും നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മൾ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഒരു മിഡ് ക്യാപ്പ് ഒരു ചാനലിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. എൻ്റെ സ്ഥിരമായിട്ട് എൻ്റെ വീക്കിലി അനാലിസിസ് കാണുന്നവർക്ക് അറിയാം, അതൊരു ചാനലിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഒന്നുകൂടെ ഒന്ന് വരച്ച് നോക്കാം. പുതുതായിട്ട് കാണുന്നവർക്ക് അവർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ എല്ലാം കളഞ്ഞിട്ട് ഒന്നുകൂടെ നിങ്ങളെ ഒന്ന് വരച്ച് കാണിക്കാം. മാർക്കറ്റ് ഏകദേശം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ തന്നെ ഒരു ഡേ ടൈം ഫ്രെയിമാണ് ഈ കാണുന്നത്, ഡേ ടൈം ഫ്രെയിം. ഓക്കെ, ഇത് ഒരു ചാനലിൽ കൂടാണ് യാത്ര ചെയ്യുന്നത്. നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ചുള കറക്റ്റ് ചെയ്യാം. ഇതാ നോക്കിക്കേ, എന്ത് ക്ലിയറായിട്ട് ഒരു കറക്റ്റ് ഒരു ചാനലിൽ കൂടാണ് സംഭവം യാത്ര ചെയ്യുന്നത്. എപ്പോഴൊക്കെ ആ ചാനലിൽ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ടോ അവിടുന്ന് കൃത്യമായിട്ട് റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ച് താഴോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് താഴെ കൂടെ ഒരു ലൈൻ ഒന്ന് പ്ലോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, നമ്മളിങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം നമുക്ക് വേണ്ടി ഇതിങ്ങനെ വെക്കാം. ഓക്കെ, ഇതിങ്ങനെ വെക്കാം. ഓക്കെ, ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു ലൈനും കൂടി ഇതിനകത്ത് വേണമെങ്കിൽ വരയ്ക്കാം. ഇതിനകത്ത് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരച്ച് നോക്കട്ടെ, ഇങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇങ്ങനെ കൂടെ ഒരു ലൈൻ ഇരിക്കട്ടെ. ഓക്കെ, ഇത് ഞാൻ കളറൊന്ന് മാറ്റിയേക്കാം. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ടാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, പല പ്രാവശ്യം മിഡ് ക്യാപ്പ് ഇതിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് ഈ ട്രെൻഡ് ലൈനെ റെസ്പെക്റ്റ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇനി നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 13,200 13,190 വരെ നമ്മുടെ മാർക്കറ്റ് വന്നായിരുന്നു. അതിനുശേഷം ഇനി മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളതാണ് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടത്. ഇനി മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഈ ആഴ്ച ഈ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ മാർക്കറ്റ് ഏകദേശം ഒരു 13,350-400 റേഞ്ചിൽ വന്ന് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഈ ആഴ്ച ഈ ട്രെൻഡ് ലൈനിന് അടുത്തോട്ട് ഈ മാർക്കറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ 12,350 ഞാനൊരു ബേസ് ലൈൻ വരച്ചിടാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. ഓക്കെ, 12,350 400 ഇതായിരിക്കും നമ്മുടെ ഒരു മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഏരിയയിലായിരിക്കും. ഓക്കെ, ഈ ഏരിയ വരെ വരാനുള്ള സാധ്യത ഉണ്ട്. എങ്ങനെ? മാർക്കറ്റ് അപ് ട്രെൻഡ് മോഡിലാണെന്നുണ്ടെങ്കിൽ ഇത് കടന്നു പോകും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. മാർക്കറ്റ് 13,400-450 റേഞ്ച് കടന്ന് 350-400 റേഞ്ച് കടന്ന് മുകളോട്ട് പോകുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഒരു പക്ഷെങ്കിൽ എൻ്റെ നിഗമനം തെറ്റായിരിക്കാം. എങ്കിൽ തന്നെ അതിനുള്ള സാധ്യത, മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം
ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ് മാർക്കറ്റ് ഇപ്പം. അപ്പം മാർക്കറ്റിൽ നിന്ന് അത് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഹൈ വെയിറ്റേജ് സ്റ്റോക്കുകളെല്ലാം ഒരു ഓൾ ടൈം ഹൈ മോഡിലാണ്. അങ്ങനെ ആകുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, നിഫ്റ്റി ഇവിടെ എങ്ങനെ പെർഫോം ചെയ്യുന്നതെന്ന് നോക്കിയതിന് ശേഷമായിരിക്കും ഒരു ഫർദർ മൂവ് മാർക്കറ്റിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും മാർക്കറ്റ് നമുക്കൊരു 350-400 റേഞ്ച് വരെ നമുക്ക് നോക്കാം. അതിനുശേഷം മാർക്കറ്റ് എങ്ങോട്ട് സഞ്ചരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല 350-400 മുകളിലോട്ട് മാർക്കറ്റ് പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഒരു പക്ഷേ തെറ്റായിരിക്കാം, എൻ്റെ പ്രൊഡിക്ഷൻ തെറ്റായിരിക്കാം. എനിവേ, നമുക്ക് അത് ഇപ്പം വരുന്നത് വെച്ച് കാണാം. ഓക്കെ, ഇനി മാർക്കറ്റ് അല്ല, ഇനി ഇവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ ഉണ്ടാകുന്നത് അടുത്ത ദിവസങ്ങളിൽ. കാരണം നിഫ്റ്റിയും ഓൾ ടൈം ഹൈ 25,000 ക്രോസ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത മേജർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 25,500 നിഫ്റ്റി. അപ്പം അതിന് മുന്നേ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകുമോ? അങ്ങനെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മിഡ് ക്യാപ്പിലും ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പം നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നത് 13,161 അപ്പം 150 പോയിൻറ്റ് താഴോട്ട് ഇറങ്ങി വരുമോ എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് ഇറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ 13,300 വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാർക്കറ്റ് 13,161 13,000 വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 13,500 ആയിരിക്കും. മിഡ് ക്യാപ്പിൻ്റെ നമ്മുടെ ലോങ് ടൈം വ്യൂവിലേക്കുള്ള ഒരു അടുത്ത നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 13,500. ലോങ് ടൈം എന്ന് പറയുമ്പോൾ ഞാൻ ഈ മാസത്തെ കാര്യമാണ് പറയുന്നത്, സെപ്റ്റംബർ മാസത്തെ കാര്യമാണ് പറയുന്നത്. 13,500 ആയിരിക്കും അടുത്ത കടമ്പ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബേസ് ലൈൻ കുറച്ചുകൂടെ മേലോട്ട് പോകും. എനിവേ, നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കിക്കാണാം. 13,000 നിലനിർത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 13,000 നിലനിർത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തത് ഈ ട്രെൻഡ് ലൈനാണ് അടുത്തൊരു സപ്പോർട്ടായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. 13,800, 800, 900 ആ റേഞ്ചിലോട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം അതിനെപ്പറ്റി എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം. 13,000 നമുക്ക് പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഡെയിലി നമ്മുടെ പോസ്റ്റ് മാർക്കറ്റിൽ പ്രീ മാർക്കറ്റിൽ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു മേജർ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. 13,350-400 റെസിസ്റ്റൻസും 13,000 കട്ട സപ്പോർട്ടുമായിട്ട് ഇങ്ങനെ നിൽക്കും. ഇത് എവിടോട്ട് ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും മിഡ് ക്യാപ്പിൻ്റെ അടുത്ത ചലനങ്ങൾ. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടും കൂടെ നോക്കാം. ഫ്യൂച്ചറും ഇതേമാതിരി തന്നെ ഒരു ട്രെൻഡ് ലൈൻ അതിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ 13,600 റേഞ്ച് ആയിരിക്കും ഫ്യൂച്ചർ. 13 ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 13,600, 700 റേഞ്ചിലൊക്കെ നമുക്ക് എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല ഫ്യൂച്ചറിൻ്റെ ചാർട്ട്. ഓക്കെ, അപ്പം ഫ്യൂച്ചറും ഒരു ട്രെൻഡ് ലൈൻ അതിൽ കൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്പോട്ട് നോക്കുമ്പോൾ അതിനനുസരിച്ച് ഫ്യൂച്ചറും കൂടെ ഒന്ന് നോക്കി പോകുന്നത് നന്നായിരിക്കും. ഇതും ഒരു ട്രെൻഡ് ലൈനെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഫ്യൂച്ചർ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. നമുക്ക് എന്തായാലും ഒരു ലോങ് വ്യൂവിൽ നമുക്ക് ഫ്യൂച്ചർ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഡെയിലി ടൈം നമ്മൾ ഇൻട്രാഡേയിൽ മാത്രം നോക്കി ഫ്യൂച്ചർ നോക്കിയിട്ട് നമ്മൾ സ്പോട്ട് നോക്കി ട്രേഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ട കാര്യം നമുക്ക് ഇല്ല. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത് നമ്മുടെ മേജർ വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ ഇൻഡി ഹോട്ടലാണ്. ഇന്ത്യ വിക്സ് ഇൻഡി ഹോട്ടലാണ്. ഇപ്പോൾ ഇൻഡി ഹോട്ടൽ ഈ പറയുന്ന പോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് എടുത്ത് നിൽക്കുകയാണ്. ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളി കളയാൻ പറ്റത്തില്ല. നാളെ അടുത്ത ദിവസങ്ങളൊരു മൂവ്മെൻറ്റ് വല്ലതും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഇത് ഈ 663 ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. ഇത് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിഡ് ക്യാപ്പിലും ഒരു അപ്പ് മൂവ്മെൻറ്റ് കാണാൻ സാധിക്കും. കാരണം ഏറ്റവും വെയിറ്റേജ് ഉള്ള സ്റ്റോക്കാണ് ഇന്ത്യ ഹോട്ടൽ. അതുപോലെ തന്നെ കുമിൻസ് ഇന്ത്യ ഒരു ഡൗൺ ട്രെൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഡൗൺ ട്രെൻഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇതിപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ രൂപപ്പെട്ടിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ പ്രൈസ് ആക്ഷൻ സീരീസ് നമ്മളൊന്ന് പഠിച്ചാൽ വലിയ ഉപകാരമായിരിക്കും. കുമിൻസ് ഇന്ത്യയുടെ ഒരു മേജർ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 34,416 ഓക്കെ, 3,416 ഒരു മേജർ സപ്പോർട്ടാണ്.
ഒന്നുകിൽ ഇപ്പോൾ തിരിച്ച് 3416 വരണം, ഇല്ലെങ്കിൽ 3267 ബ്രേക്ക് ചെയ്യണം. ഈ രണ്ട് മൂവ്മെൻറ്റ് നമുക്ക് മുന്നിൽ കാണണം. എന്നിട്ട് മാത്രമേ നമുക്ക് കുമിൻസ് ഇന്ത്യയുടെ മൂവ്മെൻറ്റ് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്നുകിൽ ഇത് ബ്രേക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ഇത് രണ്ട് ഹൈ വെയിറ്റേജ് സ്റ്റോക്കുകളാണ്. പിന്നെ പെർസിസ്റ്റൻസ് സിസ്റ്റം ഭയങ്കരമായിട്ട് പിന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓൾ ടൈം ഹൈയിലാണ്. അപ്പോൾ ഇതും എന്ത് സംഭവിക്കുന്നു, അടുത്ത ദിവസങ്ങളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ട കാര്യമാണ്. അടുത്ത ഭാരത് ബോർജാണ്. ഭാരത് ബോർജ് ഒരു ഡൗൺ ട്രെൻഡിലാണ്. അപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ നേരത്തെ വരച്ച ഒരു സംഭവമാണിത്. അപ്പം അതിൽ നമുക്കിത് ഭാരത് ബോർജിൻ്റെ ഒരു ബേസ് ലൈനാണ് ഈ കാണുന്നത്. ഈ ബേസ് ലൈനിൽ വന്നാൽ വീണ്ടും ഇങ്ങോട്ട് വരുമോ തിരിച്ചു പോകുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഓക്കെ, അടുത്ത ദിവസം അല്ലെങ്കിൽ പിന്നെ ഈ 1654 ബ്രേക്ക് ചെയ്യണം. ഇതിനൊക്കെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടല്ലോ, നോക്കണം. ഇനിയിപ്പോൾ ഈ ട്രെൻഡ് ലൈൻ നമ്മൾ നോക്കണ്ട, കാരണം അത് അത്ര കറക്റ്റ് അല്ല. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാനുള്ളത്, അടുത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നത് ഭാരത് ബോർജിനകത്ത് ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഒരു മേജർ ഇങ്ങനെയാണ്. ഓക്കെ, ഇതിങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അടുത്ത് ഫെഡറൽ ബാങ്ക്, അടുത്ത HDFC AMC ആണ്. HDFC AMC ഈ പറയുന്ന പോലെ തന്നെ ഒരു ഓൾ ടൈം ഹൈയിൽ പോയിട്ട് തിരിച്ചൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടുന്ന് റീടെസ്റ്റ് എടുത്ത് മേലോട്ട് പോവുമോ അതോ നേരെ താഴോട്ട് വരുമോ എന്നുള്ള കാര്യം നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് വീക്കിലി ബേസിസിൽ നമുക്ക് ഇതിനകത്തിൽ പറയാനുള്ളത്. ഇനി നമുക്ക് 5 മിനിറ്റ്സ് ചാറ്റിലോട്ട് വരാം. നാളെ നമുക്ക് എന്ത് സംഭവിക്കും, തിങ്കളാഴ്ച എന്ത് സംഭവിക്കും എന്നുള്ളതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. നമ്മുടെ പ്രൊഡിക്ഷൻസ് തിങ്കളാഴ്ച അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീക്കിലേക്കുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഒരു വീക്കിൽ ഈ ആഴ്ച മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളതിനെപ്പറ്റി നമുക്ക് ഒരു ഏകദേശ ധാരണ കിട്ടി. ഈ ധാരണ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇൻട്രാഡേ ഡെയിലി നമ്മൾ ട്രേഡ് ചെയ്യാൻ. എവിടം വരെ പോകുന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഈ ഐഡിയ നിങ്ങളുടെ മനസ്സിൽ കാണണം. ഓക്കെ, നമുക്കിനി അടുത്തത് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് പോവാം. ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് പോയി കഴിഞ്ഞാൽ 5 മിനിറ്റ്സിലോട്ട് പോയി കഴിഞ്ഞാൽ ഇൻട്രാഡേയിൽ ഇതൊരു മേജർ സപ്പോർട്ടാണ്. ഓക്കെ, ഇതൊരു മേജർ സപ്പോർട്ടാണ്. ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്. ഓക്കെ, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഈ ഗ്യാപ്പ്, ഓക്കെ, ഇതൊരു ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ താഴോട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് നോക്കി കാണണം. ഓക്കെ, അടുത്തത് നമുക്കൊരു നമ്മുടെ മേജർ സപ്പോർട്ട് 13,114 ഇത് താഴോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 13,000 നെക്സ്റ്റ് സപ്പോർട്ട്. ഇനി മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാലോ വലുതായിട്ട് നമുക്ക് വരയ്ക്കാനില്ല. ഇതാണ് മുകളിലോട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മുകളിലോട്ടുള്ള റെസിസ്റ്റൻസ്. ഓക്കെ, അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് വേണം നമുക്ക് കാണാം. അങ്ങനെ 13,188 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 13,300 തന്നെ നമുക്ക് സൈക്കോളജി ആയിട്ട് വെക്കാം. 13,300 വരത്തില്ല, നമുക്ക് ഇത്രയും എത്രയാണോ അത്രയും വെക്കാം. ഇതായിരിക്കും നമ്മുടെ ഇത്രയും മാർക്കറ്റ് കയറി വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത മേജർ സപ്പോർട്ട് ഇതായിരിക്കും. $13,261 നമ്മുടെ അടുത്ത റെസിസ്റ്റൻസ്. അപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് മേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് ഇതായിരിക്കും നമ്മുടെ മേജർ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ട്രേഡ് തീരുമാനിക്കാൻ. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രീവിയസ് ഡേയിലോ ഇതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. മാർക്കറ്റ് ഇവിടുന്ന് പൊട്ടുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ഈ ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടൊരു ട്രേഡ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിങ്ങനെ നമുക്കിങ്ങനെ ഒരു പാട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് കേട്ടോ, അല്ലാതെ ഒറ്റയടിക്ക് നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. അടുത്ത പാർട്ട് അങ്ങനെയാണ്. അടുത്ത കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ അടുത്ത പൊട്ടൽ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും.
പിന്നെ അടുത്ത പൊട്ടുവാണെന്നുണ്ടെങ്കിൽ അതൊരു മേജർ പൊട്ടലായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് 13,000 വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഓക്കെ, ഇതായിരിക്കും ഇപ്പോഴത്തെ സിനാരിയോ. ഓക്കെ, ഇതായിരിക്കും നമുക്ക് നാളെ ട്രേഡ് ചെയ്യാനുള്ള സാഹചര്യം ഉള്ള ലെവൽസുകൾ ഇങ്ങനെയായിരിക്കും. ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അല്ല, ഇവിടെ ഇപ്പോൾ ഇതിനകത്തൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുകയോ ചെയ്യണം, നോക്കണം. ഓക്കെ, എന്നിട്ട് വേണം കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ഒരു കാര്യം, നിങ്ങളെല്ലാവരും കുറേ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ലെവൽസ് വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് കിട്ടുമോ ഇല്ലെന്നുള്ളത്. അതിനുവേണ്ടി നിങ്ങൾക്ക് യൂട്യൂബിൽ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടി ഞാനൊരു ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ പിന്നെ നിങ്ങൾക്ക് ലെവൽസ് എന്നും അതിനകത്ത് ലെവൽസ് ഇടുന്നതായിരിക്കും. ഈ ഒരു ലിങ്കിൻ്റെ ചാനലിലെ ലിങ്കും അതിനകത്ത് ഇടുന്നതായിരിക്കും. എന്നും പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കി കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ കുറേ പേര് എന്നോട് പേഴ്സണലായിട്ടും അല്ലാതെ ഒക്കെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങനെ ഈ ലെവൽ കിട്ടാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ. അപ്പോൾ ലെവൽ കിട്ടാനുള്ള മാർഗ്ഗമാണ് ഇതിൻ്റെ വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടിട്ട് അതിനകത്തിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ലെവൽസ് അതിനകത്തിൽ എന്നും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മുടെ പ്രൈസ് ആക്ഷൻ്റെ സീരീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പം സമയം എടുത്ത് ശാന്തമായിട്ട് നിങ്ങൾ അത് കാണാനും അത് ബുക്കിനകത്തിൽ എഴുതി വരച്ച് പഠിക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, സമയം നീണ്ടുപോയി, പക്ഷേ എങ്കിൽ പറയാനുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ മന്ത് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.